ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ദ ചാരിയറ്റ്, ത്രീ ഓഫ് സോഴ്സ്, നയൻ ഓഫ് wands, ജസ്റ്റിസ് ആൻഡ് സ്ട്രെങ്ത് എനർജി ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ വല്ലാതെ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു അകൽച്ച എത്രയും വേഗം മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്വയമേ തന്നെ അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എനർജി. പക്ഷെ അവർ ആ ഇമോഷൻസ് ഒരു രീതിക്കും പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. മറ്റാരും അവരുടെ ആ ഒരു വേദന അറിയരുത് എന്നാണ് അവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം, നിങ്ങളുടെ ബന്ധത്തിൽ നീതിപൂർവം തന്നെ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കാനായിട്ട് സ്വയമേ തന്നെ എഫേർട്ട് എടുക്കാനും എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ എല്ലാം തന്നെ മറികടന്ന് നിങ്ങളിലേക്ക് എത്താനുമുള്ള ഒരു തോട്ടിലാണ് നിൽക്കുന്നത്. നീതി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ആവണം. ആ ഒരു സറണ്ടർ ആവുക എന്നതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ലോങ് ടേം ആയിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് മാനസികപരമായിട്ടുള്ള വേദനകളും അതോടൊപ്പം ഒരു കുറ്റബോധവും കൂടിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയം മറ്റാരിലേക്കും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ സ്വയം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് സറണ്ടർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.